ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഞങ്ങളിപ്പോൾ അവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്, ഒരു ഡേ എനർജറ്റിക്കലി പ്രൊഡക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ലൈഫിൽ അപ്ലൈ ചെയ്തിട്ടുള്ള 4 ടിപ്സ്. ഇതെനിക്ക് കിട്ടിയത് എങ്ങനെയാണെന്നും ഞാനത് അപ്ലൈ ചെയ്തിട്ട് എനിക്ക് എങ്ങനെയാണ് റിസൾട്ട് കിട്ടിയതെന്നും ഹൗ ടു അപ്ലൈ എന്നുള്ളതും എല്ലാം ഞാൻ പറയാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ, നമ്മൾ ഈ ടിപ്സ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുന്നേ ഒരു ഡിസ്ക്ലൈമർ പറയാനുണ്ട്. ഞാൻ പറയാൻ പോകുന്ന 4 ടിപ്സ് ഒരിക്കലും ലൈഫിൽ ഭയങ്കര ബിസി ആയിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതല്ല. എങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ, നമ്മൾ വെറുതെ ബെഡിൽ നിന്ന് എണീക്കാണ്ട് രാവിലെ ജസ്റ്റ് ചെയ്യാനുള്ളതൊക്കെ ചെയ്തിട്ട് വീണ്ടും ബെഡിൽ തന്നെ വന്ന് കിടന്ന് അങ്ങനെ ടൈം തീർക്കുന്നവർ, ടി വിൻ്റെ മുന്നിലിരുന്നുകൊണ്ട് ഫുൾ ഡേ സമയം തീർക്കുന്നവർ, വെറുതെ സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്ത് ഒരു കാര്യമില്ലാണ്ട് ടൈം വേസ്റ്റ് ചെയ്യുന്നവർ, ഒന്നും ചെയ്യാനില്ല എന്ന് വിചാരിച്ച് എന്നാൽ ചെയ്യാനുള്ളതൊക്കെ പെൻഡിങ്ങിൽ വെച്ചിട്ട് നാളെ എന്നും പറഞ്ഞിട്ടിരിക്കുന്നവർ, അങ്ങനെ കുറച്ച് ലേസി ടൈപ്പ് ഓഫ് ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഞാൻ ഈ പറയാൻ പോകുന്ന ടിപ്സ്. ഇനി ഒരുപാട് വലിച്ചു നീട്ടി പറയുന്നില്ല, നമുക്ക് പെട്ടെന്ന് ടിപ്സിലേക്ക് കടക്കാം. ഈ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, ഞാനിനി പറയാൻ പോകുന്ന മെത്തേഡിൽ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുക. ഇതെല്ലാവർക്കും വർക്കൗട്ട് ആവുമെന്ന് അറിയില്ല, എനിക്ക് വർക്കൗട്ടായിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ, നമ്മളെ ലൈഫിൽ നമ്മൾ പല കാരണം കൊണ്ട് ഒരു ശീലമായിക്കോട്ടെ ദുശീലമായിക്കോട്ടെ, നമ്മൾ ഒരു ചെറിയൊരു ലൂപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ മൈൻഡിൽ ഫസ്റ്റ് എത്തുന്ന ഒരു കാര്യം ഉണ്ടാവുമല്ലോ, ഒന്നും ചെയ്യാനില്ലാണ്ട് ഇത് മാത്രം ചെയ്യാനുണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. അത് ചിലപ്പം പൊട്ടത്തരായിട്ടുള്ള എന്തെങ്കിലും ശീലമായിരിക്കും, ചിലപ്പം കുറച്ച് മെച്ചോർഡായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. എനിവേ, ആ കാര്യം വെച്ചിട്ട് നമ്മൾ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുക. ബിഫോർ ബ്രഷിങ് ആവട്ടെ ആഫ്റ്റർ ബ്രഷിങ് ആവട്ടെ, അത് ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. എനിവേ, അതിന് വേണ്ടിയിട്ടൊരു ടൈമൊക്കെ മാനേജ് ചെയ്ത് അത് വെച്ചിട്ട് തുടങ്ങുക. എനിക്ക് അങ്ങനെ 2 ശീലങ്ങളാണുള്ളത്. ഒന്ന്, ബുക്ക് റീഡിംഗ് എന്ന് പറഞ്ഞാൽ, ഞാനൊരു ടൈം എത്തിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി എന്നെ തന്നെ കൊടുത്തിട്ട് ചുറ്റുള്ളതൊന്നും കാണില്ല എന്ന് പറഞ്ഞ പോലെ എനിക്ക് വായിക്കാൻ പറ്റും. ഞാൻ ഒരു സൗണ്ടും കേൾക്കാണ്ട് അതിലേക്കങ്ങ് മുഴുകിയിരിക്കും ഞാൻ. രണ്ടാമത്തെ എൻ്റെ ഒരു ക്രേസിനെസ്സാണ് കളറിങ്. എനിക്ക് പെൻസിൽ കളർ വെച്ചിട്ട് കളർ കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് എന്താ പറയുക, കേൾക്കുമ്പോൾ ചിലപ്പം ഈ ഏജിലോ എന്നൊക്കെ തോന്നും, പക്ഷേ സ്കെച്ച് കളറിനേക്കാളും വാക്സ് കളറിനേക്കാളും എനിക്കിഷ്ടം ഈ പെൻസിൽ കളർ വെച്ചിട്ട് എൻ്റേതായിട്ടുള്ള രീതിയിൽ നമ്മളെ ഇമാജിനേഷൻ വെച്ചിട്ട് വെറുതെ കളർ കൊടുക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എത്ര ടൈം വേണമെന്നുണ്ടെങ്കിലും കളർ കൊടുത്തിരിക്കും. അപ്പോൾ ജനറലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും കാണും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ള ചില ഹാബിറ്റ്സ്. ഈ ഹാബിറ്റ്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് സ്ട്രോങ് ആയിട്ട് നമുക്ക് ചെയ്യാൻ ടെൻഡൻസി ഉള്ള ഹാബിറ്റ്സ് ആവണം. ഇത് വെച്ചിട്ടൊരു ഡേ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു ആദ്യത്തെ ഒരു 5 മിനിറ്റ്സ് അല്ലെങ്കിൽ 10 മിനിറ്റ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പീക്ക് ലെവലിലേക്ക് നമ്മൾ ഇറങ്ങാനുണ്ട്. അവിടെ നമ്മളത് സ്റ്റോപ്പ് ചെയ്യാം. സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മൾ പെട്ടെന്ന് ബോധേഡാവും. ഒരുപാട് കാര്യങ്ങൾ, ഡെയിലി റുട്ടീൻ കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുള്ളവരാണ് നമ്മളെല്ലാവരും. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ടല്ലോ എന്നുള്ള രീതിയിൽ നമ്മൾ പെട്ടെന്ന് ബോധേഡാവും. പക്ഷെ നമ്മളെ മനസ്സിൻ്റെ ഉള്ളിൽ എപ്പോഴും ഒരു ടെൻഡൻസി ഉണ്ടാകും, ഈ പകുതിക്ക് വെച്ചത് എന്തായാലും പെട്ടെന്ന് ടൈം ഉണ്ടാക്കി അത് തീർക്കണം എന്നുള്ളൊരു ടെൻഡൻസി ഉണ്ടാകും. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഒട്ടും അലേർട്ടാവാതെ തന്നെ മെഷീനറി ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ സാധാരണ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സ്പീഡപ്പായി ചെയ്തുകൊണ്ടിരിക്കും. അതായത് 24/7 നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ ഒരു ആഫ്റ്റർനൂണിനുള്ളിലൊക്കെ തീർന്നു കഴിഞ്ഞ് നമുക്ക് വേണ്ടി തന്നെ ഒരു റെസ്റ്റിംഗ് ടൈം കണ്ടെത്തി നമ്മൾ ഈ പെൻഡിങ് ആക്കി വെച്ച കാര്യത്തോട്ട് വീണ്ടും വരും. നമ്മൾ അറിയാണ്ട് തന്നെ ഇവിടെ നമ്മൾ മാക്സിമം ടൈം കൺസ്യൂം ചെയ്ത് ടൈം മാനേജ് ചെയ്തിട്ട് എനർജറ്റിക്കലി പ്രൊഡക്റ്റീവ് ആയതാണ്. നമുക്ക് ഇതുവരെ ടൈമില്ല എന്ന് പറഞ്ഞ പരാതി വരെ ഇവിടെ ചിലപ്പോൾ സോൾവ് ചെയ്യാൻ പറ്റിയെന്ന് വരും. അപ്പോൾ അതാണ് പറഞ്ഞത്, അതിനുവേണ്ടി നമ്മൾ സെലക്ട് ചെയ്യേണ്ട ആ ഒരു ഹാബിറ്റ് ഉണ്ടല്ലോ, അത് അത്രയും സ്ട്രോങ് ആയിരിക്കണം. ഇത് ഫസ്റ്റ് ടിപ്പ്. ഇതെനിക്ക് എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ ക്ലിനിക്കിൽ
എനിക്കൊരു പേഷ്യൻ്റ് വന്നിട്ടുണ്ടായിരുന്നു. പേരും വീടൊന്നും ഞാൻ ഡിസ്ക്ലോസ് ചെയ്യാൻ ഉദ്ദേശിക്കണില്ല. ഇവർ ഫസ്റ്റ് ടൈം വന്ന സമയത്ത് എൻ്റെ അടുത്ത് ഇങ്ങനെ ജസ്റ്റ് ഒരു കംപ്ലൈൻറ്റ് പോലെ പറയുമ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്തൊരു മെത്തേഡാണ് അന്ന് എനിക്ക്. പക്ഷേ ഞാനൊട്ടും കോൺഫിഡൻ്റ് ആയിരുന്നില്ല അത് പറയുന്ന സമയത്ത്. പക്ഷേ അതിന് നല്ല റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞിട്ട് പിന്നീട് എനിക്കൊരു ഫോളോ അപ്പിൽ വന്ന് പറയണ്ടായി. അതിന് ശേഷമാണ് ഞാനിത് എൻ്റെ ലൈഫിൽ അപ്ലൈ ചെയ്യണത്. സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല റിസൾട്ടാട്ടോ കിട്ടിയേ. അതുകൊണ്ടാണ് ഞാനിവിടെ ഷെയർ ചെയ്തത് കേട്ടോ. ഇതാണ് രണ്ടാമത്തെ ടിപ്പ്, അതായത് സ്പെൻഡിങ് സം ക്വാളിറ്റി ടൈം വിത്ത് അവർ കിഡ്സ്. ട്രസ്റ്റ് മീ ഗൈസ്, ഇത് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ടിപ്പാണ്. ഇത് എൻ്റെ ലൈഫിൽ ഞാൻ അപ്ലൈ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, എനിക്കിതിൻ്റെ പിന്നിലുള്ള മോട്ടീവ് എന്താണെന്നറിയോ? ഞാൻ യാദൃശ്ചികമായിട്ടാണ് വൺ ഡേ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫോണിൽ എൻ്റെ മോൻ മുന്നേ എനിക്ക് അയച്ചതും ഹസ്ബൻഡിന് അയച്ചതും എൻ്റെ പാരൻസിന് അയച്ചതൊക്കെ ആയിട്ടുള്ള ചെറിയ ചെറിയ വോയിസ് ക്ലിപ്സ് കേൾക്കാനിടയായി. കുറച്ച് വീഡിയോസും ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര റിഗ്രറ്റ് ഫീൽ ചെയ്തിട്ടോ. കാരണം ആ സമയത്ത് ഞാൻ എവിടെയായിരുന്നു എന്നാണ് ഞാൻ ചിന്തിച്ചത്. കാരണം അതൊക്കെ എനിക്ക് മിസ്സായ ഒരു കാര്യങ്ങളാണ്. ആ ഒരു റിഗ്രറ്റ് എന്നാണ് ഞാൻ റിയലൈസ് ചെയ്യുന്നത്. വൺസ് ഇൻ എ ലൈഫ് ടൈമാണ് ഇതൊക്കെ യുണീക്കായിട്ടുള്ള മൊമെൻറ്റ്സ് ആണ്. നമ്മളെ മക്കളൊക്കെ ഒരാളും സിമിലർ അല്ല, എല്ലാവരും ഡിഫറെൻറ്റ് ഫീച്ചേഴ്സ് കാണിക്കുന്നവരാണ്. സാധാരണ പിന്നീട് അങ്ങോട്ട് ഞാൻ ആസ്വദിക്കാൻ തുടങ്ങി, എൻജോയ് ചെയ്യാൻ തുടങ്ങി. അവരുടെ കുറച്ച് ഇന്നസെൻറ്റ് ക്വസ്റ്റ്യൻസ്, നമ്മുടെ ചില ആൻസറുകൾ, തിരിച്ച് അവരുടെ അടുത്ത് ചില ചോദ്യങ്ങൾ, അതിനവർ പറയുന്ന പൊട്ടത്തരാണെന്നുണ്ടെങ്കിലും അവരുടെ ലോജിക്ക് അനുസരിച്ച് ഏറ്റവും വലിയ പീക്കിൽ ചിന്തിച്ചിട്ട് പറയുന്ന ആൻസേഴ്സ് ആയിരിക്കും. അങ്ങനെ കുറേ കാര്യങ്ങൾ, പിന്നെ തിരുത്താൻ പറ്റുന്ന കാര്യങ്ങൾ അവരുടെ തന്നെ ഭാഷയിൽ തിരുത്തി കൊടുക്കുക. അങ്ങനെ കുറച്ച് ക്വാളിറ്റി ടൈം, അതിനുവേണ്ടി ഞാൻ കുറേ ഗെയിംസ്, അങ്ങനെ കുറേ എൻ്റെ മോൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ ഒരുപാട് ആക്ടിവിറ്റീസ് ഞാനായിട്ട് തന്നെ കണ്ടെത്തി. സത്യം പറഞ്ഞാൽ കുട്ടികളുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ട് ആ ദിവസം ഒന്ന് തുടങ്ങി നോക്ക്, അടിപൊളിയായിരിക്കും. അവരുടെ അതേ എനർജി നമുക്കും കിട്ടും. എന്നുവെച്ചാൽ നമ്മൾ ഓരോ പരിപാടിയിലായിരിക്കും, പക്ഷേ അപ്പോഴൊക്കെ നമ്മുടെ മൈൻഡിലുണ്ടാകും നമ്മൾ ആ ദിവസം കുട്ടീൻ്റെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുള്ള അപ്പം നടന്ന ഓരോ ഇൻസിഡൻ്റ് ആയിരിക്കും നമ്മൾ മനസ്സിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഹെൽത്ത് വൈസ് പറയുകയാണെങ്കിൽ മെൻ്റലി നമ്മൾ ഭയങ്കര റിലാക്സ്ഡ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഫിസിക്കലി എനർജറ്റിക് പോകും. അതാണ് രണ്ടാമത്തെ ടിപ്പ്. ഇതാണ് മൂന്നാമത്തെ ടിപ്പ്. ഒരു 5 മിനിറ്റ് മിററിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും തോന്നും നമ്മുടെ ചില എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് മറ്റുള്ളവരിൽ നിന്ന് കുറച്ചും കൂടെ യുണീക്കാണ്, നമുക്ക് കുറച്ചും കൂടെ അട്രാക്റ്റീവായിട്ട് തോന്നും നമ്മളെ. സത്യം പറഞ്ഞാൽ ഈ തേർഡ് ടിപ്പ് നമുക്ക് കുറച്ച് സെൽഫ് മോട്ടിവേഷനൊക്കെ തരുന്ന ടിപ്പാണ്. നമ്മളോട് തന്നെ ഒരു ഇഷ്ടം തോന്നുക. ഈ ടിപ്പ് എനിക്ക് കിട്ടുന്നത് എൻ്റെ ക്ലിനിക്കിൽ ഒരു കൗൺസിലിംഗ് ടൈമിൽ ഒരു പേഷ്യൻ്റ് വന്ന് പറഞ്ഞതാ എൻ്റെ അടുത്ത്, മുടി 2 സ്ട്രീക്ക് ഫ്രണ്ടിലേക്ക് ഇട്ട് എന്നെ കാണാൻ നല്ല ഭംഗിയാണ്, അത് അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ആ ദിവസം തന്നെ ബ്യൂട്ടിഫുൾ ആകുന്നു. എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. ചിലപ്പം ചിന്തിക്കുന്ന ആൾക്കാർ ചിലപ്പം വട്ടാണെന്നൊക്കെ പറയും. പക്ഷേ വെൽ ഡ്രസ്ഡ് ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഫേസ് ഒന്ന് ടച്ചപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളെ കാണാൻ നമുക്ക് എങ്ങനെയാണോ ഇഷ്ടം ആ രൂപത്തിൽ നമ്മളൊന്ന് റെഡിയായി കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ദിവസം നമുക്ക് മെൻ്റലി ഒരു റിലാക്സേഷൻ തോന്നും. നമ്മൾ കുറച്ച് ഹാപ്പി ആയിരിക്കും, നമ്മൾ ഹാപ്പി ഹോർമോൺസൊക്കെ റിലീസ്ഡ് ആവും. അപ്പം സാധാരണ നമ്മളെ ഫിസിക്കലി നമുക്ക് എനർജിയൊക്കെ തോന്നി നമ്മൾ ആ ദിവസം പ്രൊഡക്റ്റീവ് ആക്കാൻ പറ്റും. ഇതാണ് 4th ടിപ്പ്, തിങ്കിങ്. നല്ല തോട്ടാവണം കേട്ടോ. രാവിലെ എണീറ്റ് ഒരു 5-10 മിനിറ്റ്
ബെഡിലിരുന്നിട്ട് ഒരു യോഗ പോലെ ചിന്തിക്കുക. ആക്ച്വലി ഇത് മെൻ്റൽ എക്സസൈസും കൂടിയാണ്. ഡേ ബൈ ഡേ നമ്മളെ തിങ്ക് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാം. നല്ല നല്ല തോട്ട്സ് ഇതെല്ലാം നമുക്ക് അഡ്ജസ്റ്റബിളാണ് ഈ ഒരു എക്സസൈസിലൂടെ. നമ്മൾക്ക് ഒരുപാട് പാഷൻസ് ഉള്ള ആൾക്കാരാണ്. റീഡിങ്, ഡ്രോയിങ്, ചിലർക്ക് ആർട്ട് വർക്ക് ചെയ്യുന്നതായിരിക്കും ഇഷ്ടം, ചിലർക്ക് കാലിഗ്രാഫി ആ ലെവലിലുള്ള എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഇഷ്ടം. ചിലർക്ക് ഈ തിങ്കിങ് വഴി എന്തെങ്കിലും ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയാൽ കൊള്ളാം. അങ്ങനെ ആയിട്ടാടോ ഈ ഓൺട്രപ്രീനർഷിപ്പൊക്കെ ഉണ്ടാവുന്നത്. നല്ല തോട്ട്സ് വെച്ച് രാവിലെ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ കാമായിരിക്കും, സ്ട്രെസ് ഫ്രീ ആയിരിക്കും. അപ്പോൾ നമുക്ക് ആ ദിവസം കുറച്ച് പ്രൊഡക്റ്റീവ് ആക്കാൻ പറ്റും. ഇത് ഞാൻ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, എൻ്റെ ഒരു കോളേജ് ടൈമിൽ ഹോസ്റ്റലിൽ തിങ്കിങ് കപ്പാസിറ്റി എനിക്ക് യൂട്ടിലൈസ് ചെയ്യാൻ മടിയാണ്. പക്ഷേ എൻ്റെ ചുറ്റിൻ്റെ ഉള്ളവർ ഒരുപാട് കഴിവുകളുള്ള ആൾക്കാരുമായിരുന്നു. ഇപ്പോൾ ഞാൻ ആലോചിക്കുമ്പം, ഇപ്പോൾ എന്നല്ല കുറച്ച് മുന്നേ വരെ ഞാൻ ആലോചിക്കുമായിരുന്നു, ഞാൻ എന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ അവരെ പോലെ എനിക്കും എന്തെങ്കിലുമൊക്കെ കഴിവുകൾ ഞാൻ റിയലൈസ് ചെയ്ത് തന്നെയാണ്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു ഡേ ഞാൻ മാനേജ് ചെയ്യുന്നത്, ഞാനിങ്ങനെ ടൈം മാനേജ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒക്കെ ഈ ഒരു തോട്ട് പ്രോസസ്സിലൂടെയാണ്. ഈ പറഞ്ഞ എല്ലാ ടിപ്പും നമുക്ക് വർക്കാവണമെന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് വേണം. ഇൻട്രസ്റ്റാണ് ഏറ്റവും വലിയ മോട്ടീവ്. അതിൻ്റെ ഇൻറ്റൻസിറ്റി ബേസ്ഡ് നമുക്ക് ഒരുപാട് ടേംസ് ഉണ്ട്, ഒബ്സഷൻ, പാഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്. ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മൾ ആവറേജ് ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 80 വയസ്സുള്ള ഒരാൾ 19,000 ഡേയ്സാണ് ജീവിക്കുക. നമ്മളൊന്നും ആക്ച്വലി 80 വയസ്സ് വരെ ജീവിക്കുമെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനും പറ്റില്ലല്ലോ. ഇത്രയും ചെറിയൊരു ഷോർട്ടസ്റ്റ് ലൈഫിൽ വെറുതെ ടൈം വേസ്റ്റാക്കി കളയുന്നതിനെക്കാട്ടിലും എത്രയോ നല്ലതാണ് പുതിയ പുതിയ ഇന്നോവേറ്റീവായിട്ടുള്ള ഐഡിയാസ് കൊണ്ടുവന്നിട്ട് നമ്മൾ ഓരോ ഡേയ്സും നമ്മൾ ജീവിച്ചു എന്ന് കാണിക്കാനും വേണ്ടിയിട്ട് കുറച്ച് പ്രൊഡക്റ്റീവ് ആക്കുന്നത്. ഒന്നുമല്ലെങ്കിലും നൈറ്റ് നമ്മൾ കിടക്കുന്നതിൻ്റെ കുറച്ച് മുന്നേ ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ ഇന്ന് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചിന്തിക്കുമ്പോൾ നമ്മളോട് തന്നെ ഒരു സെൽഫ് ലവ് തോന്നുന്ന ഒരു കാര്യമാണ്. ആ ദിവസം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് വേണ്ടിയിട്ട് ചെയ്തു, കുറച്ച് എനർജറ്റിക് ആയിട്ടിരുന്നു എന്നുള്ളത്. അപ്പോൾ ഇതാണ് എൻ്റെ ലൈഫിൽ ഞാൻ ഫോളോ ചെയ്യുന്ന 4 ടിപ്സ്. എൻ്റെ ഡേയ്സൊക്കെ ബ്യൂട്ടിഫുൾ ആക്കാനും വേണ്ടിയിട്ട്, ഞാൻ ജീവിച്ചു എന്ന് എന്നെ തന്നെ ബോധ്യപ്പെടുത്താനും വേണ്ടിയിട്ട് ഞാൻ ഫോളോ ചെയ്യുന്നതാണ് ഇതൊക്കെ. എല്ലാവർക്കും ഇത് ഫോളോ ചെയ്യാൻ പറ്റുമെന്നൊന്നും ഞാൻ പറയുന്നില്ല. മാക്സിമം ട്രൈ ചെയ്യാൻ നോക്കുക. എല്ലാറ്റിലും പുറമെ, ഞാനിങ്ങനെ സംസാരിക്കുന്നതിനെക്കാട്ടിലൊക്കെ പുറമെ നമുക്ക് വേണ്ടത് ഇത് ചെയ്യാനുള്ളൊരു മോട്ടീവാണ്, ഇൻട്രസ്റ്റ് ആണ് എല്ലാറ്റിനും പുറമെ വേണ്ടത്. അതുണ്ടെങ്കിൽ നമുക്ക് എവിടെ എത്താം. സോ ഇത്രയേ ഉള്ളൂ ഇന്ന്. ഇപ്പോൾ പുതിയൊരു വ്ളോഗുമായിട്ട് കാണുന്നത് വരെ ബൈ.